ഗൈസ് ഇറങ്ങി ഗൈസ് നമ്മ ഇതേ ഇറങ്ങി പാണ്ടിപ്പോരും. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണുള്ള യാത്ര. ഇപ്പോൾ കുറുമ്പത്തുരുത്തിനോട് കുറച്ച് കാലത്തേക്ക് ഇനി വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര തുടങ്ങിയാണ്. എന്താ നോക്കാം. പിള്ളേർ ഈ ഷെഡ് നോക്കിക്കോളും കുറച്ച് കാലത്തേക്ക്. നമ്മുടെ ഈ കടവിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാനല്ല. അപ്പോൾ എല്ലാവരും ഇവിടെ നോക്കാം. പലർക്കും അറിയില്ല ഞാൻ പോണ കാര്യം ഒന്നും, കുറച്ച് പേർക്ക് അറിയുള്ളൂ. ഇത് കാണുമ്പോഴേക്കുള്ളവന്മാർ മനസ്സിലാക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ പപ്പാനത്തേയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കടവിലേക്ക് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഒരു എന്താവും എന്തോ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട്. അതാണൊരു ഇത്. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം ചെയ്യാനാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തി കാഴ്ച. അങ്ങനെ അപ്പം വണ്ടി എന്നെ കറക്റ്റായിട്ടാണ് എത്തിക്കും. എന്നെ കയറ്റി വിടുമോ ഇനി അതോട്ട്? കണ്ടുപിടിക്കട്ടെ, സീറ്റ് നമ്പർ കണ്ടുപിടിക്കട്ടെ. ബൈ ബൈ ടാറ്റാ. ഫോണിന് കഴിച്ച് നേരം പോയി ട്രെയിനിലോട്ട് കയറട്ടെ. വണ്ടി ചേട്ടാ അവിടെ വരാം. നമ്മുടെ സീറ്റ് കാശ് നമ്മുടേത് പെട്ടിയൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് കിടക്കാനുള്ള സെറ്റപ്പാക്കാൻ നോക്കി. കയറി എൻ്റെ മുകളിൽ കിടക്കണം ഉറങ്ങാം. ഇനി നാളെ എണീക്കാം. അതൊക്കെ തന്നെ പരിപാടി. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ എന്തായാലും എണീറ്റ് രാവിലെ എവിടെ എത്തിയാൽ നോക്കിയിട്ടില്ല. എവിടെ എത്തിക്കുന്നത് എന്തായാലും ഇനി കഴിഞ്ഞിട്ട് പല്ലേക്കണം. പല്ലേക്കാനുള്ള പരിപാടിയിലാണ്. എങ്ങനെയാണ് നോക്കട്ടെ. ഇന്ത്യൻ റെയിൽവേയുടെ ബാത്റൂം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ നേരെ ക്യാമറ കൊണ്ടായിരുന്നു കണ്ടിട്ട് ഞാൻ കിട്ടരുത്. നോക്കട്ടെ ബാത്റൂം എങ്ങനെയൊക്കെ. ബാത്റൂം കൊള്ളാട്ട് നീറ്റാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടിഷ്യൂ എടുത്തില്ല, ടിഷ്യൂ എടുക്കേണ്ടതായിരുന്നു ഞാൻ. കൊള്ളാല്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, വലിയ ലമ്പൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മുടെ പരിപാടി ചെയ്യട്ടെ. അല്ലേച്ച് വൃത്തിയായിട്ട് ഞാൻ തിന്നണം, എന്തെങ്കിലും വിശക്കാനുണ്ട്. അപ്പം എന്തായാലും പല്ലൊക്കെ തേച്ചിട്ട് വരാം കഴിച്ച്. പല്ലേക്കും കൂടി കഴിഞ്ഞ് സെറ്റായിട്ട് ഞാൻ പറഞ്ഞ കേൾക്കണം. ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ട്രെയിനിൻ്റെ ചെറുതെ കേൾക്കാൻ വേണ്ടിയില്ല. സെറ്റായിട്ട് കൊള്ളാം. എന്തെങ്കിലും പോയിട്ട് കഴിക്കാനുള്ള സാധനം ഉണ്ടാക്കട്ടെ. നമ്മ പോണ റൂട്ടാണ് ഇത്. അടിപൊളി നൈസാണ്. ഇടയ്ക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പ്, നിറച്ച് പാടവും നിറച്ച് മലയും നിറച്ച് ഇതും. ഇതെനിക്ക് കൊങ്കൺ റെയിൽവേ പാത ആ വഴി കൂടിയാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞ വോയിസ് കേൾക്കണുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യണത്. അടിപൊളി പാതയാണിത്, നൈസ്. ട്രെയിനും വലിയ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ടൈമിലാണ് ഈ ട്രെയിൻ എത്തണത്. ഓരോ സ്ഥലങ്ങളിലും എത്തണുണ്ട്. ഫുഡാണ് നമുക്ക് ആകെ റെഡി ആകാത്തത്. അവിടെ കലക്കം വിഷ്വലായിരുന്നു ഇതിൻ്റെ. നല്ല മലനിരകളോട് കൂടിയ സ്ഥലം. നമ്മുടെ ട്രെയിനിലുണ്ടായ രണ്ട് അപ്പാപ്പനമ്മയാണ്. ഇവർ ബലോജിലേക്കാണ് ഒരു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കോച്ചിലുണ്ടായിരുന്ന ചേട്ടന്മാരും ഭായിമാരൊക്കെ കൂടി നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. ഇവരുടെ എന്തൊരു സാധനം വടാപ്പാവ് വേറെ ഒന്നുകളും. അപ്പം പുള്ളി എടുത്ത് കഴിക്കാൻ പറയാനുണ്ടായിരുന്നു. അടിയുടെ എന്തേ ഈ പുള്ളിക്കാരൻ കണ്ണൂരാണ് വർക്ക് ചെയ്യണത്, പക്ഷെ പുള്ളി ശരിക്കും UP-കാരനാണ്. ഇവിടെ വന്ന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് പൊക്കോട എന്ന് പറഞ്ഞൊരു സാധനം. എന്നിട്ടാന്നറിയില്ല. അതിൻ്റെ ഒപ്പം ഒരു മുളകും കടിക്കുക. ആദ്യം കടിച്ച മുളകിന് വലിയ എരിവുണ്ടായിരുന്നില്ല, പക്ഷെ രണ്ടാമത് കഴിച്ച മുളകിന് ഒരു രസം ഉണ്ടായി, നല്ല എരിവായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് യൂന് കളിക്കാൻ തുടങ്ങി. ഇന്നലത്തെ യൂന് കളിക്കാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഭായിമാരെയൊക്കെ യൂനോക്കാട് കൂടി ഇരിക്കണിരുന്നു. അവർ ഞങ്ങളൊപ്പം ഉണ്ടായവർ. അവർ എന്തോ ഗോവയിൽ പോയിട്ട് തിരിച്ചു വന്നിരുന്നു. ഇത് നമ്മുടെ കേരളത്തിലുള്ളവർ തന്നെയാണ്. പാവന്മാർ എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കലക്കനായിട്ട് യൂനോ കാർഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും അവിടെ നിൽക്കണവരൊക്കെ ഉണ്ട്. അപ്പം ഇത് ബായാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. നമ്മുടെ
ഈ കണ്ണൂർ താമസിക്കുന്ന ഭായിയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നുണ്ട് കുറച്ച് മതി പക്ഷെ പുള്ളി അതൊന്നും മൈൻഡ് ആക്കണ്ടായില്ല. കുറേ പുള്ളി പല രീതിയിലുള്ള ഷോട്ടുകളും പല രീതിയിലുള്ള ആംഗിളിലൊക്കെ വെച്ച് ചറ പുള്ളി എടുക്കണമായിരുന്നു. നല്ല രസമായിരുന്നു ഗൈസ്. പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് നമ്മൾ ഇന്നലെയാണ് ഇവരെ പരിചയപ്പെട്ടെങ്കിൽ പോലും നല്ല അടിപൊളി വൈബിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എല്ലാവരും കൂടി നിന്നിട്ട് വീണ്ടും യൂനോക്കാടിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കള്ളക്കളികൾ കളിക്കുന്നത് പുള്ളിനെയൊക്കെ ഞാൻ പിടിച്ച് അറിഞ്ഞുകൂടെങ്കിലും പുള്ളി വെറുതെ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യൂനോക്കാടിൻ്റെ കളിക്ക് ശേഷം ഞങ്ങൾ നേരെ വിദൂരങ്ങളിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങി. കണ്ടില്ലേ, അന്നത്തെ ആ ദൂരത്തിരിക്കുന്ന പാടത്തേക്ക് നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഇവരുടെ ഫോട്ടോ എടുക്കാനായിട്ടാണ് ഈ വാതിലിൻ്റെ അവിടെ വന്നിരുന്നത്. പക്ഷേ അതൊന്നല്ല അവിടെ നടന്നത്. ഇവർ ഫാമിലി ആയിട്ടാണ് ഇവർ വന്നേക്കുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ച് കപ്പിൾ ഫോട്ടോ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് അവസാനം ഞങ്ങനെ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് പുറത്തെ കാഴ്ചകളും പുറ കാര്യങ്ങളും ട്രെയിനിൻ്റെ കാര്യങ്ങളെ പറ്റി, ട്രെയിനിൻ്റെ സ്പീഡും, ഇത് സ്പെഷ്യൽ ട്രെയിൻ നല്ല ക്ലീനും ആ കാര്യങ്ങളെ പറ്റി പറയാൻ തുടങ്ങി. ഈ സ്ഥലത്ത് എത്ര രൂപയായിരിക്കും നമുക്ക് കിട്ടുക, അങ്ങനത്തെ ഓരോരുള്ള സംഭാഷണങ്ങൾ, പല രീതിയിലുള്ള സംശയങ്ങളും പുള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സംശയങ്ങളൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കിയത് നല്ല കലക്കം വിഷ്വലായിരുന്നു ഗൈസ്. നമ്മൾ ഈ ട്രെയിനിൻ്റെ വാദിക്കും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വെച്ച് ഓരോ ട്രെയിൻ വളയുമ്പോഴും ഈ വിഷ്വൽസൊക്കെ കാണുമ്പോൾ നല്ല ഓരോന്നും ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും, പല കാര്യങ്ങളെടുക്കും. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഫുഡിന് വേണ്ടിയിട്ടാണ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിച്ച് നമുക്ക് സൊമാറ്റോയിൽ ബുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സൊമാറ്റോയിൽ ഇറങ്ങിയിട്ട് ബുക്ക് ചെയ്ത് ഞാൻ പറയണതൊന്നും നിങ്ങൾ കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യാനുള്ള കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പറയാനുണ്ട്. പക്ഷേ ട്രെയിൻ മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയണതൊന്നും എനിക്ക് കേൾക്കണുണ്ടായില്ല. ഇതെനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ അവിടെ നിന്ന് പറഞ്ഞു പോവുകയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ സൊമാറ്റോയിൽ ബുക്ക് ചെയ്ത ബിരിയാണി കിട്ടിയിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് അങ്ങോട്ട് കയറി വന്നു. ബിരിയാണി നേരെ പൊട്ടിച്ച് നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായി. വലിയ ഇതൊന്നും പറയാനൊന്നുമില്ല. സാധാ ട്രെയിനിൻ്റെ ഫുഡിനകത്തിനേക്കാൾ ഒരു ഇത്തിരി കൂടി നല്ലതെന്ന് പറയാം. പക്ഷേ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് ട്രെയിനിലെ ഫുഡാണ്, അവർ ഇന്നലെ ട്രെയിനിലാണ് കഴിച്ചത്, ആ ഫുഡാണ് ഏറ്റവും നല്ല ഫുഡ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം എന്തൊരു മന്തിയുടെ പോലത്തെ ഒരു ഫുഡ് അല്ലാതെ വേറെ ഒന്നും നമുക്കൊന്നും പറയാനില്ല. വേറെ ചിക്കനാണ്, പുഴുങ്ങിയൊരു ചിക്കൻ. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ഇതാണ് ഈ പറയണത്. കാരണം പുള്ളി പറഞ്ഞത് ട്രെയിനിലെ ഫുഡാണ് അടിപൊളി, കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡിനേക്കാൾ നല്ല ഇതാണ്. റെയിൽവേയുടെ അതാണ് നല്ലത്, ഇത് കൊള്ളൂല പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ട്രെയിനിലെ ബിരിയാണി ചോദിച്ചു, അതിൽ നല്ലത് പാലക്കാട് അവിടെയൊക്കെ പുറത്തുനിന്ന്, പക്ഷെ നോർത്ത് ഗുജറാത്ത് സൈഡ് ആകുമ്പോ അതായത് സ്റ്റേറ്റ് മാറുമ്പോ ഫുഡ് മാറും. അപ്പൊ റെയിൽവേന്ന് നോക്കി വാങ്ങിക്കാൻ വേണം, സ്വന്തം റിസ്കിൽ വാങ്ങണം. അതെ അതെ, ഇല്ലെങ്കിൽ സൊമാറ്റോ വാങ്ങാൻ സ്വിഗ്ഗിന്ന് വാങ്ങാം, ആയിരിക്കും നല്ലത്. റെയിൽവേ ഫുഡാണ് നല്ലതെന്ന് പറയണത്. അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഇതിനകത്ത്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കുറെ നേരം വിശന്നിരുന്നതിന് ശേഷം ഒരു നല്ലൊരു ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചിട്ട് അത് പാളിപ്പോയത് കൊണ്ട് നേരെ വീണ്ടും ആ വിഷ്വൽ ബ്യൂട്ടി കാണാനായിട്ട് ഞാൻ വാദിക്കാൻ വീണ്ടും വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല, ഈ ട്രെയിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിട്ട് നിസാമുദ്ദീനിലെത്തുന്ന ട്രെയിനാണ്. അതായത് 22/655 അതാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ. നല്ലൊരു ട്രെയിനാണ് ഗൈസ്. കാരണം ഇതിനകത്ത് നല്ല ക്ലീനാണ് ബാത്റൂം. അതുപോലെ ഞാൻ AC ആണ് എടുത്ത് വെച്ച്, നല്ല ക്ലീനാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ടൈമാണ് ഈ കറക്റ്റ് ടൈമാണ്. നേരത്തെയാണ് ഓരോ സ്ഥലങ്ങളിൽ അവർ എത്തിക്കുന്നത്. അതായത് ഒരു 10 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മുന്നേയൊക്കെയാണ് പല സ്ഥലങ്ങളിൽ അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ റൂട്ടാണെങ്കിൽ തന്നെ കൊങ്കൺ ആ റൂട്ടായതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ റേഞ്ചിൻ്റെയും കാര്യങ്ങളുടെയും ഇഷ്യൂ ഉണ്ടെങ്കിലും പോണ റൂട്ട് അടിപൊളിയാണ്, നല്ല വിഷ്വൽസാണ്. ഫുള്ള് പച്ചപ്പാണ്, എവിടെ നോക്കിയാലും ഫുള്ള് പച്ചപ്പ്, ഫുള്ള് എല്ലാം നല്ല ബ്യൂട്ടിയിൽ പോകുന്ന ഒരു ഇതാണ്. നമുക്ക് കിട്ടിയ കൂട്ടുകാരാണെങ്കിലും നമുക്ക് കിട്ടിയ ആൾക്കാരാണെങ്കിലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ ആ ട്രെയിനിൻ്റെ ബ്യൂട്ടിയും കാണുമ്പോൾ വളരെ ഒരു അടിപൊളി അനുഭവങ്ങളാണ് നമുക്ക് ഓരോ ടൈമിലും ഉണ്ടായിക്കൊണ്ടിരുന്നത് വെച്ച്. ഞാൻ ആദ്യം വിചാരിച്ച് ഈ ട്രെയിനിൻ്റെ ബാത്റൂം ഭയങ്കര മോശമായിരിക്കുന്നതാണ്. പക്ഷേ ആദ്യം തന്നെ ബാത്റൂമിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് സമാധാനമായി. കാരണം അടിപൊളി ബാത്റൂം തന്നെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അത് ഓരോ ടൈമിൽ വന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് നമ്മുടെ കോച്ചിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒപ്പിടിക്കും. അതായത് ക്ലീനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരൊന്ന് ഒപ്പിടിക്കും. അവർ വെറുതെ ഒപ്പിട്ടിട്ട് പോകും. കുറച്ച് മോശമൊക്കെ ഉണ്ടെങ്കിലും അത്ര ക്ലീൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്നാലും ഓക്കെയാണ്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ അങ്ങനെ ആ സ്ഥലത്ത് നമ്മൾ എത്തി, ഡൽഹിയിലെ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇറങ്ങിയപ്പോൾ എൻ്റെ ബായ് പറഞ്ഞായിരുന്നു ഫോണൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. അപ്പോൾ നമ്മൊരു 10 മിനിറ്റ് മുന്നേ നേരത്തെയാണ് നമ്മുടെ ട്രെയിൻ അവിടെ എത്തിക്കുന്നത്. 10:40 നമ്മൾ 10:20 10:25 ആയപ്പോഴേക്ക് നമ്മൾ എത്തി. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര അങ്ങോട്ട് തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ്.